കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു. ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നു. ഈ ഒരു ഭാഗം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഈ ജാഥയുടെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവരും കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. പക്ഷേ ബജറ്റിന് മുൻപ് അതിൻ്റെ തലേ ദിവസം പാർലമെന്റ് അംഗങ്ങൾക്കെല്ലാം കൊടുക്കുന്ന ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ടുണ്ട്. അതും ധനവകുപ്പിൻ്റെ തന്നെയാണ്. അതിൽ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയിൽ നിന്ന് കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, എത്ര കണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെയാണ് കടലാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് മാത്രം. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH 66 ആണങ്കൂർ, കാസർഗോഡ്.